4, ദ മൈൽ സ്റ്റോൺ ഗോൾസ്. ഇവിടെ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ എന്തോ ഒരു കാര്യം ഉഗ്രനായിട്ട് ചെയ്തു, ഓക്കെ, അതിലും ബെറ്റർ ആയിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ എന്ത് കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയണം. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കി, ആ മൈൽ സ്റ്റോണിനേക്കാളും മികച്ച ഒരു മൈൽ സ്റ്റോൺ എന്തെനിക്ക് ഇക്കൊല്ലം ഉണ്ടാക്കാം. ക്ലിയർ അല്ലേ? നമ്മൾ മുന്നേ ഒരു നല്ല കാര്യം ചെയ്തു, അത് നമുക്ക് മാർക്കറ്റിൽ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് തന്നു. അതിലും മികച്ചൊരു കാര്യം നമ്മൾ ഇക്കൊല്ലം ചെയ്യാൻ പോവാ. അതെന്താ നമ്മൾ ചെയ്യാൻ പോണേ? ആ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് നമ്മളോട് മത്സരിച്ച് ചെയ്യാൻ കഴിയുന്നത്, അതാണ് ഇവിടെ മൈൽ സ്റ്റോൺ ഗോൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് വലിയ 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 നേട്ടങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മൈൽ സ്റ്റോണുകൾ വീണ്ടും 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 ഉണ്ടാക്കിയേ മതിയാവൂ. നിങ്ങൾ അന്ന് ചെയ്തതിലും മിടുക്കനായിട്ട് ഇന്നും, ഇന്ന് ചെയ്തതിലും മിടുക്കനായിട്ട് നാളെയും ഓരോ മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. അവിടെ നിങ്ങളുടെ ഇൻകം ഓട്ടോമാറ്റിക്കലി കൂടും, നിങ്ങളുടെ അറിവ് ഓട്ടോമാറ്റിക്കലി കൂടും, നിങ്ങളുടെ ഫിറ്റ്നസ് കൂടും, നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടും. അതുകൊണ്ട് ഇവിടെ മൈൽ സ്റ്റോൺ ഗോൾസ് ആയിട്ട് എന്തൊക്കെയാണ് ഞാൻ ഈ വർഷം ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുന്നത്തെ വർഷമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിലും മികച്ച രീതിയിൽ ഞാൻ എന്നോട് മത്സരിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അതുകൂടി ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പുസ്തകത്തിൽ അത് എഴുതി വെക്കുകയും ചെയ്യുക. ഇഫ് യു ഡോണ്ട് ബീറ്റ് യുവർ പാസ്റ്റ് റെക്കോർഡ്സ് ദ വേൾഡ് വിൽ ക്വയറ്റ്ലി മൂവ് പാസ്റ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിനെ ഭേദിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ ലോകം നിങ്ങളെ പുറകിലാക്കി മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മൈൽ സ്റ്റോണുകൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുക്കുകയും നമ്മളെ പുതിയ പുതിയ മൈൽ സ്റ്റോണിലൂടെ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണം. ഐ വിൽ ക്രിയേറ്റ് മൈ മൈൽ സ്റ്റോൺ എന്ന അർത്ഥം വരുന്നതിൽ IWM എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക.